പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ജലചൂഷണം നടത്തുന്ന ഒരു കമ്പനിയും പാലക്കാട്ട് വേണ്ട. ബിജെപി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രശാന്ത് ശിവൻ ഇപ്പോൾ ചേരുകയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു ചുമതല? ഇതിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലേ, നമ്മളൊരു ഫുട്ബോൾ കളിക്കുന്ന ടീമിനകത്തുള്ള 11-നകത്ത് ഫോർവേഡ് കളിക്കുന്ന ആൾ ചിലപ്പോൾ ബാക്കിൽ നിൽക്കേണ്ടി വരും, ബാക്കിൽ നിൽക്കുന്ന ആൾ ഗോളിൽ നിൽക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചുമതലകൾ മാറുന്നു എന്നേ ഉള്ളൂ. ചെയ്യുന്ന പ്രവർത്തനം എല്ലാവരും ഒന്ന് തന്നെയാണ്. എല്ലാവരും കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെ എന്നേക്കാൾ യോഗ്യരായ മറ്റുള്ളവരില്ലാത്തത് കൊണ്ടല്ല ഞാൻ പ്രസിഡൻ്റായത്. എന്നേക്കാൾ യോഗ്യരായ നൂറുകണക്കിന് കാര്യകർത്താക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിക്ക് പാലക്കാട് ജില്ലയിലുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ഈ പ്രവർത്തനം നടത്താൻ പാർട്ടി എന്നെ നിയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇത്തരത്തിൽ ഒരു അവസരം തന്ന പാർട്ടിയുടെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് അതിയായ കടപ്പാടുണ്ട്. കാരണം ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഇത്രയും വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ, ഒരു ഏകോപനത്തിലൂടെ ഈ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. ഈസ്റ്റ് ജില്ല എന്നുള്ളത് MLA ഇലക്ഷൻ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJP ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലയാണ്. അപ്പം അവിടെ മണ്ഡലത്തിൽ കൂടുതൽ ജില്ലയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. നിലവിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ മേഖലയിൽ നിരവധി നല്ല ശക്തിയുള്ള പഞ്ചായത്തുകൾ, നഗരസഭ, അതുപോലെ തന്നെ നിയോജക മണ്ഡലങ്ങളെല്ലാം നല്ല ശക്തിയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. നിലവിൽ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ടീമോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ മുഴുവൻ ബൂത്തുകളിലും വളരെ സജീവമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുക. ലോക്കലി ധാരാളം ലീഡർമാരെ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഉള്ള ലീഡർമാരെ മോൾഡ് ചെയ്തെടുക്കുക. അത്തരത്തിൽ മുഴുവൻ ബൂത്തുകളിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയ ബൂത്തുകളിൽ 60-70% വോട്ട് BJPക്ക് കിട്ടുന്ന രീതിയിൽ വലിയ ശക്തമായ പ്രവർത്തനം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നു. 24/7 നമ്മൾ നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കഴിഞ്ഞു വെച്ചാൽ ധാരാളം ജനകീയ വിഷയങ്ങൾ പാലക്കാട് ജില്ലയിൽ പാർട്ടി ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഫോളോ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കഞ്ചിക്കോട് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സമരങ്ങൾക്ക് പാർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് ഏറ്റെടുത്തുകൊണ്ട് വലിയ മുന്നേറ്റം പാലക്കാട് ജില്ലയിലെ ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജനകീയമായ സമരത്തിലൂടെ വലിയ ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. ബ്രൂവറിക്കെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നുള്ളത് തന്നെയാണ്. അതായത് അത് നടക്കുന്നത്, ആ ബ്രൂവറി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മദ്യനിർമ്മാണശാല വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ജനതയാകെ അത് ബാധിക്കുമെന്നുള്ളത് തന്നെയാണ്. ബ്രൂവറി വന്നു കഴിഞ്ഞാൽ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. യാതൊരുവിധ കാരണവശാലും ഇത്തരത്തിൽ വെള്ളമൂറ്റുന്ന, സാധാരണക്കാരെ ദ്രോഹിക്കുന്ന, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ ബ്രൂവറിയിൽ സർക്കാരിൻ്റെ നിലപാട് തെറ്റ് എന്ന് തന്നെയാണ് നയം. വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടാവും. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയനായ മുരളിയേട്ടൻ തുടങ്ങിയ ആളുകൾ വളരെ കൃത്യമായി ആ വിഷയത്തിലെ നിലപാട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ആ വിഷയം ഏറ്റെടുത്ത് അതിശക്തമായ രീതിയിലുള്ള സമരപരമ്പരകളുമായി പാർട്ടി ശക്തമായി തന്നെ മുന്നോട്ട് പോകും. തന്നെയാണ്, അതായത് സംഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ടും ഒപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ നയങ്ങളിലുള്ള വിഷയങ്ങളിലുള്ള ആ ഒരു പോരാട്ടം, BJPയുടെ പോരാട്ടം ശക്തമായി തന്നെ തുടരും എന്നുള്ളതാണ് BJPയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.